ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഒരു സമയം ഒരു 12 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ 55,400 കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. ഒരു 830 ഒരു ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് നമുക്കൊരു 830 കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ചെറിയൊരു നെഗറ്റീവ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്. പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ വന്നിട്ട് സെറ്റ് ചെയ്യാം. എൻട്രി കിട്ടിയത് നമുക്ക് ഏകദേശം ഈ ഒരു പോയിന്റിലാണ്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ആയിരിക്കും. ഇത് പ്രീമിയത്തിൻ്റെ ചാർട്ട് ആയതുകൊണ്ടാണ് കേട്ടോ. 50 പോയിൻറ്റ്സ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏകദേശം 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ചിൽ നിൽക്കും, 880 റേഞ്ചിൽ നിൽക്കും. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസും വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. നമുക്കൊരു 50 പോയിൻറ്റ്സിൻ്റെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് മാത്രമേ ഇതിനകത്ത് വരികയുള്ളൂ. എക്സാക്ട്ലി നോക്കിക്കഴിഞ്ഞാൽ ഒരു 32 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസേ വരുള്ളൂ. ഇത് സ്പോട്ടിൻ്റെ ചാർട്ടാണ്. സ്പോട്ടിൻ്റെ ചാർട്ടിൽ നമ്മൾ ഒന്ന് വേണമെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയിലാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നത്. 67 പോയിൻറ്റ് ഓക്കെ, സെയിം ആ ഒരു റേഞ്ചിലാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഇനിയിപ്പോൾ എക്സാക്ട്ലി ക്യാൻഡിലിൻ്റെ ഹൈ, ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ജസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി ഉടനെ എൻട്രി എടുക്കാൻ പറ്റിയില്ല, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ഞാനൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഇനി അല്ല, നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ഇനിയിപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം മൊമെൻറ്റം കിട്ടുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഏതായാലും നോക്കാം ട്രേഡേഴ്സ് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ, മാർക്കറ്റ് എത്രത്തോളം അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് തോന്നുന്നത്. വേണമെങ്കിൽ ഒരു ബഫർ കൊടുത്ത് സ്പോട്ടിൻ്റെ ചാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഇത്രയൊരു ബഫർ കൊടുക്കാവുന്നതാണ്. നോക്കാം. മാർക്കറ്റ് ഇനിയിപ്പോൾ കണ്ടിന്യൂസ്ലി താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അവിടെ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു ഗ്രീൻ റൺ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. ഓവറോൾ നമ്മളൊരു 830 നമുക്ക് ഒരു ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് കിട്ടിയത്. 55,400 കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്ത്. ഇപ്പോൾ ചെറിയൊരു ഗ്രീൻ റൺ ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് പ്ലേസ് ചെയ്തേക്കാം. 832 ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 796, 797 വേണമെങ്കിൽ 800 വെച്ചാലും മതി. അതായത് ഇതിരിക്കട്ടെ. ചെറിയൊരു ബഫർ കൊടുത്ത് ഞാൻ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ കോസ്റ്റിൽ തന്നെ, നമ്മളുടെ എൻട്രി പോയിൻറ്റിൽ തന്നെ മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ, മാർക്കറ്റ് എങ്ങനെയാണ് ഇവിടുന്ന് ബിഹേവ് ചെയ്യുന്നതെന്നനുസരിച്ച് എക്സാക്ട്ലി ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ കൊടുത്താലും മതി. ഞാൻ ചെറിയൊരു ബഫർ കൊടുത്ത് ചെയ്തതേ ഉള്ളൂ, വേറൊന്നും കൊണ്ടല്ല. അത് സ്പോട്ടിൻ്റെ ചാർട്ടിൽ ആ ഒരു ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ബഫറും കൂടി ഈ ഒരു ട്രേഡിൽ കൊടുത്ത്, അല്ലെങ്കിൽ എക്സാക്ട്ലി ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയിൽ കൊടുത്താലും മതിയായിരുന്നു. ഏതായാലും നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് ഇവിടുന്ന് മൂവ് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ മാർക്കറ്റ് അത്യാവശ്യം മൊമെൻറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഇനി അല്ല, നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം ഒരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് ടാർഗറ്റാക്കി പ്ലേസ് ചെയ്യാം. നമ്മളുടെ ടാർഗറ്റ് വന്നിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ 880 റൈറ്റ്. നമ്മളുടെ ടാർഗറ്റ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. മാർക്കറ്റിൽ അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു മൊമെൻറ്റം, ഒരു 3000+ ഒരു പ്രോഫിറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൂടെ ഒന്ന് ട്രെയിൽ ചെയ്തേക്കാം. ഓക്കെ, വെൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം 2800, 2900
ഓക്കെ 3000 അടുപ്പിച്ച് ലോസ് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട് ട്രേഡേഴ്സ്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിന് ഇനി നമുക്ക് ട്രെയിൽ ചെയ്തേക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കുന്നതല്ല, മീൻസ് റിസ്ക് ഉണ്ടായിരിക്കുന്നതല്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു റിജക്ഷൻ ആവാൻ. അത്രയും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് അവിടുന്ന് അതൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറുന്നുണ്ട്. എനിവേയ്സ് നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കാം. ഏതായാലും ഇനിയിപ്പോൾ ഇത്രയും മൊമെൻറ്റം ചെയ്ത് നമ്മളുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്, റിജക്ഷൻ കാണിച്ചത്. സോ ഇനിയിപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് റിസ്ക് ഇല്ല. ഏതായാലും 3000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിച്ചപ്പോൾ ഒരു 3500 3600 അടുപ്പിച്ചാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. സോ ഇനിയിപ്പം ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇവിടുന്ന് ഇറങ്ങാം. ഏതായാലും നോക്കാം. ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മളുടെ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് എഡിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. കാരണം മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് വീണ്ടും അവിടുന്ന് റിവേഴ്സ് ആവുന്നുണ്ട്. ചെറിയൊരു നല്ലൊരു ട്രേഡായിരുന്നു, നല്ലൊരു മൊമെൻറ്റവും കിട്ടിയതായിരുന്നു. പക്ഷേ അവിടുന്ന് തന്നെ അതൊരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്ത് താഴത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ്. മാർക്കറ്റിന് ഇവിടുന്ന് തിരിച്ച് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. നല്ലൊരു മൊമെൻറ്റം കിട്ടിയതായിരുന്നു. ജസ്റ്റ് ഒരു ഫ്യൂ പോയിൻറ്റ്സിൻ്റെ അവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. ഓക്കെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. ഇന്നിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും നമ്മൾ ഗ്രീനിലായിരിക്കും. ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് തന്നെ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു നല്ലൊരു വീക്കാണ്. കാരണം ഈ ഒരു ആഴ്ച കംപ്ലീറ്റ്ലി എനിക്ക് ഗ്രീനാണ്. സോ അനദർ വീക്ക് വിത്ത് ഗ്രീൻ, ഒരു ദിവസം പോലും റെഡ് ഇല്ലാതെ അവസാനിപ്പിക്കാൻ സാധിച്ചു. ഏതായാലും നോക്കാം. ഇനിയിപ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂസ് ഇവിടെ നിന്ന് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ്. 3000 പ്ലസിൻ്റെ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നത് അവിടുന്ന് മാർക്കറ്റ് എത്ര നല്ല ഗ്രീൻ ക്യാൻഡിലായിരുന്നു ഫോം ആയിക്കൊണ്ടിരുന്നത്. ആ ഗ്രീൻ ക്യാൻഡിൽ മാറിയിട്ടാണ് ഇത്രയും ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ റെഡ് ക്യാൻഡിലും റിജക്ഷൻ വരുന്നുണ്ട്. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ്. നമുക്കിനിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്ക് ഇറങ്ങാം. ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. ഏതായാലും ഇനി ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക്